നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്ക് അയവ് വരുത്തുന്നതിനും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്തുന്നതിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് ഇത് ഫലവത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത നിലപാടായിരുന്നു ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇരു രാജ്യങ്ങളും പുലർത്തിയാൽ മാത്രമേ ലോക സമാധാനം എന്നൊരു പ്രതീക്ഷ കൈവരികയുള്ളൂ, അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാം എന്ന ഒരു നിലപാടിലെത്തിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. എന്തായാലും ലോകത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയായിരുന്നു ഇവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം. എന്തായാലും US വീണ്ടും യുദ്ധസന്നാഹം ഒരുക്കുന്നതിൽ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും നഷ്ടം മാത്രമേ, അതായത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ നിരത്താൻ കാണുകയുള്ളൂ. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന ഒരു മുൻധാരണ അല്ലെങ്കിൽ എന്ന ഒരു കണക്കുകൂട്ടലിലൂടെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ പരമാധികാരവും അവകാശങ്ങളും അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത്. കാരണം നേരെയാണെങ്കിൽ രണ്ടുപേരും നേരെ പോവാം. അത് കാര്യങ്ങൾ സമാധാനപരമായ രീതിയിൽ പോകണമെങ്കിൽ അപ്രകാരം മുന്നോട്ട് പോകാം എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അല്ലാതെ പഴയതുപോലെ അമേരിക്കയുടെ കൊടുംചതി എന്ന്, അതായത് മുഖംമൂടി, സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് കൊടുംചതി കാണിക്കാൻ നിന്നാൽ വീണ്ടും യുദ്ധം കൂടുകയേ ഉള്ളൂ. അപ്പൊ അക്കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാൻ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അമേരിക്കയും സയനിസ്റ്റ് ശത്രുക്കളും ചേർന്ന് അടിച്ചേൽപ്പിച്ച യുദ്ധത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇറാൻ ജനതയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് മാത്രമാണ്. അത് മാത്രമേ ട്രംപിന് മുന്നിലുള്ള ഒരു വഴി. അപ്പൊ യുദ്ധക്കളത്തിലും നയതന്ത്രത്തിലും ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങുകയല്ലാതെ ശത്രുക്കൾക്ക് മറ്റു മാർഗമില്ലെന്നും ആക്രമണം പുനരാരംഭിച്ചാൽ അമേരിക്കൻ ജനത വലിയ ഒരു വിലയൊടുക്കേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിനൊപ്പം യുദ്ധം തുടരുന്നത് മൂലം അമേരിക്കൻ ജനതയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഉണ്ടാകുന്ന കൂടുതൽ നഷ്ടങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒഴിവാക്കാൻ ട്രംപ് ശ്രദ്ധിക്കണമെന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാർ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി ട്രംപ് ഭരണകൂടത്തിന് കൈമാറിയ പശ്ചാത്തലത്തിലായിരുന്നു ഇറാന്റെ ഈ ശക്തമായ പ്രതികരണം എത്തിയത്. അതേസമയം ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കാനായുള്ള മധ്യസ്ഥ നീക്കം ഇപ്പോഴും സജീവമാവുകയാണ്. പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീർ ഇറാനിലെത്തി ഉന്നത നേതാക്കളുമായി സംസാരിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രിയായി വൈകി തുടക്കമിട്ട കൂടിക്കാഴ്ചയിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഇരു നേതാക്കളും വിലയിരുത്തിയതായി. തുടർന്ന് ഒരു മാസത്തിനിടെ അസീം മുനീർ നടത്തുന്ന രണ്ടാമത്തെ ഇറാൻ സന്ദർശനം കൂടിയായിരുന്നു എന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പാക് ആഭ്യന്തര മന്ത്രി മൊഹ്സിൻ നഖിയും ചർച്ചകളിൽ പങ്കാളിയാകാൻ ടെഹ്റാനിലെത്തിയിരുന്നു. വാഷിംഗ്ടണുമായും ടെഹ്റാനുമായും ഒരേ സമയം നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ ഇരുപക്ഷത്തെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഇസ്ലാമാബാദിൽ വെച്ച് സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കിയിരുന്നു. 1979 ശേഷം ഇത് ആദ്യമായാണ് ഇത്തരം ഒരു ഉന്നതതല ചർച്ച നടന്നത് എങ്കിലും അന്തിമ കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. ഇറാന്റെ ആണവ പദ്ധതിയും ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമാണ് ഇരുപക്ഷവും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങൾ. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണങ്ങളെ തുടർന്നാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഏപ്രിൽ 8 മുതൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും ഹോർമോസിൽ കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സവും സംഘർഷാവസ്ഥയും ഇപ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അതേപടി അല്ലെങ്കിൽ ആ ഒരു തീവ്രത ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്.